കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ട് സ്ഥാനമേറ്റ മാർക്ക് കാർണി ആദ്യ യാത്ര നടത്തിയ യൂറോപ്പിലേക്കായിരുന്നു. ഫ്രാൻസിലും യുകെയിലുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുകയും അവിടെയുള്ള മന്ത്രിമാരെയും പ്രധാനമന്ത്രിയും ഒക്കെ കാണുകയും ചെയ്തു. കാനഡ, ഫ്രാൻസ്, യുകെ മുതലായ രാജ്യങ്ങളുടെ ബന്ധം ഊട്ടിയുറപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം ഇവിടെ വിവിധ വാർത്താ സമ്മേളനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുകയുണ്ടായി. അതിൽ പറഞ്ഞൊരു പ്രധാന കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവന തിരിച്ചെടുത്ത ശേഷമേ ഉള്ളൂ അമേരിക്കയോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിവിധ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, നേറ്റോ രാജ്യങ്ങൾ കാനഡയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന്. എന്നാൽ അദ്ദേഹത്തിന് മറുപടി ഇതായിരുന്നു, കാനഡ ഹാസ് ടു സ്റ്റാൻഡ് ഓൺ ഇറ്റ് സെൽഫ്. കാനഡ സ്വന്തം കാലിൽ തന്നെ നിലനിൽക്കണം, മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചല്ല നമ്മൾ നിൽക്കേണ്ടത്. അവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. സോ കാനഡ എന്ന് പറയുന്നത് ഒരു സോവറിൻ രാഷ്ട്രമാണ്, സ്വന്തം കാലിൽ നിൽക്കുന്ന രാഷ്ട്രമാണ്. ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കനേഡിയൻ ഇലക്ഷന് അധികം ദിവസങ്ങളില്ല. പാർട്ടികളൊക്കെ ഇപ്പോൾ പ്രചരണങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലിബറൽ പാർട്ടിയാണ് ഇപ്പോൾ അല്പം മുന്നിൽ നിൽക്കുന്നത്. കൺസർവേറ്റീവും തൊട്ടു പിന്നാലെ തന്നെയുണ്ട് NDP, ഗ്രീൻ പാർട്ടി, അങ്ങനെ പല പാർട്ടികളുടെയും ലിസ്റ്റുകളാണ്, പാർട്ടി നിലകളൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഇടക്കാല മന്ത്രിസഭയാണ് കാനഡ ഇപ്പോൾ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. താരിഫ് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാർക്ക് കാർണി അധികാരമേറ്റ ഉടൻ തന്നെ കാർബൺ ടാക്സ് വേണ്ട എന്ന് വെച്ചു. അതിനുള്ള ബില്ല് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഫ്യൂവൽ പ്രൈസ് ഒക്കെ അല്പം കുറയാനുള്ള സാധ്യതയുണ്ട് ഈ ദിവസങ്ങളിൽ. അതോടൊപ്പം തന്നെ US-ൽ നിന്നും അസ്വസ്ഥത ജനിപ്പിക്കുന്ന പല വാർത്തകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെയുള്ള ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സിനും വിസകളിൽ വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ പല ഭീഷണികളും ഉണ്ട് എന്നറിയിക്കുകയും അതോടൊപ്പം തന്നെ പലരുടെയും സാക്ഷ്യങ്ങൾ ആ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾക്ക് കേൾക്കാനും സാധിച്ചു. വിവിധ രാജ്യങ്ങൾ ഇപ്പോൾ US-ലേക്കുള്ള യാത്രയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് കാണിച്ചുകൊണ്ടുള്ള ട്രാവൽ അഡ്വൈസറീസ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നും US-ലേക്ക് യാത്ര ചെയ്യുന്ന ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് 6 മാസങ്ങൾക്കൊക്കെ ശേഷമാണ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അവിടെ പല ക്വസ്റ്റ്യൻസും അവർ നേരിടുന്നുണ്ട്. വോളണ്ടറി ആയിട്ട് ഗ്രീൻ കാർഡ് സറണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫോമൊക്കെ ഓഫീസേഴ്സ് കൊടുത്തു എന്നാണ് ഈ ദിവസങ്ങളിലൊക്കെ പല വാർത്തകളിലും എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ആ ഫോം സൈൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ കാർഡ് അവിടെ സബ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്, സറണ്ടർ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. പല ഇമിഗ്രേഷൻ ലോയേഴ്സും പറയുന്നത് ഈ സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ആരെയും ഫോഴ്സ് ചെയ്തൊരു കാര്യം ചെയ്യാനുള്ള കാര്യങ്ങളില്ല. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ്, ഒരു PhD സ്റ്റുഡൻറ്റ്, അദ്ദേഹം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിന് തൊട്ടു മുമ്പായിട്ട് തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവരെ എൻറോൾ ചെയ്തു. ഏതോ ഒരു പ്രക്ഷോഭത്തിൽ, പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു എന്നുള്ള ഒരു ഫോട്ടോയോ തെളിവോ കാണിച്ചാണ് ഇവർ പറഞ്ഞിരുന്നത്. എന്നാൽ സ്റ്റുഡൻറ്റ് പറയുന്നത് അവർ ഇത്തരം പ്രക്ഷോഭങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നാണ്. എന്നിട്ടും അവരുടെ ഡിപ്പോർട്ടേഷനുള്ള കാര്യങ്ങളും ഓർഡറും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് ഇറക്കുകയുണ്ടായി. പിന്നീട് അവർക്ക് പിടികൊടുക്കാതെ തന്നെ സ്റ്റുഡൻറ്റ് മറ്റൊരു രാജ്യത്തിലേക്ക് പോവുകയായിരുന്നു. ഏത് രാജ്യമാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. സ്റ്റുഡൻറ്റ് ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി, സെൽഫ് ഡിപ്പോർട്ടഡ് ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫ് ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന നമ്മളൊരു വേർഡ് കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെ പല അനിശ്ചിതത്വങ്ങളും US-ൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ US-ൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ US-ൽ നിന്ന് നാട്ടിലിപ്പോൾ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ കറക്റ്റ് ടൈം ലൈൻ തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ കേട്ട വാർത്തകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആർക്കെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലാണിത്, ഇതിലേക്ക് അയച്ചു തരാവുന്നതാണ്. bijo@canadianskills.ca നിങ്ങൾക്ക് ഇമെയിൽ അയക്കുകയാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഇവിടെ തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അടുത്ത വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും വിലക്കയറ്റം തന്നെയാണ്. നമുക്കറിയാം US-ലെ ഇപ്പോൾ വിലക്കയറ്റം വർദ്ധിച്ചു വരികയാണ്. കാനഡയിലും വില ഇപ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ അല്പം ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ഇപ്പോഴുള്ള താരിഫ് പ്രശ്നങ്ങൾ തന്നെയാണ് അതിനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. വീടുകളുടെ വില, വീടുകളുടെ വിൽപ്പന, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
ഇനി നമുക്ക് പുതിയ അഭിമുഖങ്ങളും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ചാനലുണ്ടാവും. പുതിയ പുതിയ പോഡ്കാസ്റ്റുകൾ ഇനി വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വാർത്തകൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ലൈവ് സെഷൻ എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്നുണ്ട്. അതിലും തീർച്ചയായിട്ടും നിങ്ങൾ പങ്കുചേരുക. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു പ്രത്യേക ലൈവ് സെഷൻ ആയിരുന്നു. അതിൽ നമ്മുടെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെന്റ് സെന്ററിനെ സെൽഫ് പ്രിപ്പറേഷൻ സെന്റർ ആയിട്ട് ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ So this is our second session together with Bijo Sebastian and his team at the Canadian Skills Development Center. So we're very happy to be collaborating. Bijo is actually a licensed official CELPIP preparation provider. So if you're looking for preparation classes, Bijo is going to talk a little bit later about the classes that his company offers at CSDC. So if you are looking for preparation with a teacher to prepare for the CELPIP test, this could be an option for you where you can learn virtually or in person at a preparation center. സെൻറ്ററിൽ നിന്ന് ഇനി സെൽഫ് പിപ്പ് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നേടാം. അതോടൊപ്പം തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഞാനും എൻ്റെ ഇൻസ്ട്രക്ടർ ലെവൽ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സെൽഫ് പിപ്പിൽ. നേരത്തെ ഞാനൊരു IELTS ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ഡൽഹിയിൽ. ഇവിടെ കനേഡിയൻ ടെസ്റ്റിൻ്റെയും ഇൻസ്ട്രക്ടറായിട്ട് ഇനിയിപ്പോൾ ഞാനും വർക്ക് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ടീമും ഉണ്ടാവും. രജിസ്റ്റർ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കോവിഡ് കാലത്തെ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ബോർഡറുകൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ബോർഡർ ക്രോസിങ്ങിൽ ഇപ്പോൾ ട്രക്കുകളും കാറുകളും പെഡസ്ട്രിയൻസും എല്ലാം ഇപ്പോൾ കുറവാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴുള്ള പല സംഭവങ്ങളുമാണ്, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ആളുകളെ ഇപ്പോൾ US യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇനി സമ്മർ വെക്കേഷനാണ്. ഈ സമയത്താണ് ആളുകളൊക്കെ കൂടുതലായിട്ടും യാത്രകൾ ചെയ്യുന്നത്. ബൈ റോഡ് യാത്രകളൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഫ്ലൈറ്റ് വഴിയുള്ള യാത്രകളൊക്കെ ഇപ്പോഴും നേരത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള വെക്കേഷൻസ് ഒക്കെയാണ്, അതൊക്കെ ആളുകൾ പോകുന്നുണ്ട്. എന്നാൽ US നിന്നും മാറി ഇപ്പോൾ കരീബിയൻസിലേക്കും മെക്സിക്കോയിലേക്കും കോസ്റ്ററിക്കയിലേക്കും അങ്ങനെ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെയുള്ള യാത്ര ഇപ്പോൾ കൂടിയിരിക്കുകയാണ് കാനഡയിൽ നിന്നും. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ കാനഡയിലുള്ള ഡെസ്റ്റിനേഷൻസ്, ലോക്കൽ ടൗൺസുകളിലൊക്കെയുള്ള ഹോട്ടലുകൾ, അതോടൊപ്പം തന്നെ കോട്ടേജുകളൊക്കെ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും എന്തെങ്കിലുമൊക്കെ സമ്മർ പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ എല്ലാം ചെയ്തു വയ്ക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇനിയിപ്പോൾ കാനഡയിലെ ഡെസ്റ്റിനേഷൻസിന് വളരെയധികം ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളതാണ്. ന്യൂ ഫൗണ്ട്ലാൻഡ് ബിസിനസ് എക്സ്പോയിൽ നിരവധി സീ ഫുഡുകൾ അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, കമ്പനികൾ ഒക്കെ വന്ന് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഷിപ്മെൻറ്റ് കോൺട്രാക്റ്റുകളൊക്കെ സൈൻ ചെയ്തിരിക്കുകയാണ്. 55% സീ ഫുഡ് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇനി അത് ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ കമ്പനികളുമായിട്ടുള്ള പല ഡിഫൻസ് കരാറുകളും ഇപ്പോൾ ഒപ്പിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ US നിന്നുള്ള പല കരാറുകളും റദ്ദ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മാർക്ക് കാർണിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഇപ്പോൾ ആലോചിച്ച് വരികയുമാണ്. മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഈ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാനഡയിലെ എല്ലാ പ്രീമിയേഴ്സിൻ്റെയും യോഗമൊക്കെ ഇപ്പോൾ മാർക്ക് കാർണി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. കാനഡ നിരവധി റിസോഴ്സുകളുടെ ഒരു രാജ്യം തന്നെയാണ്. ഈ റിസോഴ്സുകളുടെ ഒക്കെ കസ്റ്റമർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അമേരിക്കയായിരുന്നു നിരവധി പതിറ്റാണ്ടുകളായിട്ട്. ഇനി മുന്നോട്ട് പല രാജ്യങ്ങളും ഇങ്ങോട്ട് കടന്നു വന്ന് ട്രേഡ് റിലേഷൻസ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. വാൻകൂവറിൽ നടക്കുന്ന ഓട്ടോ എക്സ്പോയിൽ നിന്നും ടെസ്ല കമ്പനിയെ ഒഴിവാക്കിയെന്ന് അഡ്മിനിസ്ട്രേഷൻ ഈ കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോർത്ത് അമേരിക്ക ഒട്ടാകെ പല സ്ഥലങ്ങളിലും ടെസ്ല ആക്രമണത്തിന് വിധേയമാകുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ ഒരു പ്രധാന വ്യക്തിയാണ് ഇലോൺ മസ്ക്. അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും ടെസ്ലയുടെ നേരെയുള്ള ആക്രമണങ്ങളായിട്ട് മാറുന്നുണ്ടായിരുന്നു. ആയതിനാലാണ് ഇപ്പോൾ വാൻകൂവറിലെ ഈ ഓട്ടോ എക്സ്പോയിൽ നിന്ന് ടെസ്ലയെ ഒഴിവാക്കി എന്ന് പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഉള്ള ഗസ്റ്റിന് പല ഭീഷണികളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അധികൃതർ പറഞ്ഞു വച്ചിരിക്കുന്നത്. കാനഡയിലെ ഇപ്പോഴത്തെ വെതർ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒണ്ടേരിയോയിൽ ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 20 മുതൽ സ്പ്രിംഗ് സീസണിലേക്ക്, വസന്തകാലത്തിലേക്ക് കാനഡ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തിറങ്ങി ആളുകളൊക്കെ നടക്കുന്നു, പല പല ആക്ടിവിറ്റീസുകളിലും ഇപ്പോൾ പങ്കെടുക്കുന്നു. വാം വെതറാണിപ്പോൾ. എങ്കിലും ചില ദിവസങ്ങളിലൊക്കെ മൈനസിലേക്ക് പോകുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പുല്ലും
പൂവും അതോടൊപ്പം തന്നെ മരങ്ങളുടെ ഇലകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആളുകളൊക്കെ വെക്കേഷനൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു സമയവുമാണിത്. അപ്പോൾ എല്ലാവരും വെതർ എൻജോയ് ചെയ്യുക. എങ്കിലും ഈ സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിലിറങ്ങുന്നതും വെള്ളത്തിലുള്ള ആക്സിഡൻറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സേഫ്റ്റി ഫസ്റ്റ് ആയിരിക്കണം തീർച്ചയായിട്ടും. വെള്ളം ഇപ്പോഴും തണുത്തുറഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്. അത് വാമാകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവർക്ക് പലർക്കും ഇത് അറിയില്ല. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ്സ് നടക്കുന്നത്. ഒരു ഫസ്റ്റ് എയ്ഡ് CPR ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ നിങ്ങളോട് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് എയ്ഡ് CPR ക്ലാസ്സുകളൊക്കെ ഇനി നടക്കുന്നത്, നമുക്ക് നാളെ ഒരു സെഷൻ നടക്കുന്നുണ്ട്. ടൊറൻറ്റോയിലാണ് നടക്കുന്നത്, സ്കാർബ്രോയിലെ സെൻറ്ററിലാണ്. ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ വന്നാൽ മതി. നമ്മുടെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയ് മാസത്തിലാണ് ഇനി അടുത്ത ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വാർത്തകളും വിശേഷങ്ങളും. പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള കോഴ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇമിഗ്രൻ്റ് ടെയിൽസ് ചാനലിൽ പല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. 2 ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ച ആശംസിക്കുന്നു. നമ്മുടെ വെള്ളിയാഴ്ചയുള്ള ലൈവ് സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു.